അതിപരിസമായി നാം വാഴ്ത്തപ്പെട്ടു. ഈ നല്ല സമയത്ത് ഓർത്ത ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യും. വിവിധ സ്ഥലങ്ങളിൽ രാജ്യങ്ങളുമായിരുന്ന ദൈവത്തിന് വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ സ്നേഹവന്ദനം. അല്പസമയത്തെ ദൈവനിശ്ചിതയ്ക്കായി ദൈവത്തിന്റെ ഭാഗം വായിക്കുന്നു. ആവർത്തന പുസ്തകം 8-ാം അധ്യായം അതിന്റെ 7-ാം വാക്യം. നിന്റെ ദൈവമായ യഹോവ നല്ലൊരു ദേശത്തേക്കല്ലോ നിന്നെ കൊണ്ടുപോകുന്നത്. അത് താഴ്വരയിൽ നിന്നും മലയിൽ നിന്നും പുറപ്പെടുന്ന നീരൊഴുക്കുകളും ഉറവുകളും തടാകങ്ങളും ഉള്ള ദേശം എന്നാണ് ദൈവത്തിന്റെ വചനം വായിക്കുന്നത്. ഹല്ലേലൂയ. നമ്മൾ ചിന്തിക്കുന്ന ദൈവത്തിന് പറയുന്നത് നിന്റെ ദൈവമായ യഹോവ നല്ലൊരു ദേശത്തേക്കല്ലോ നിന്നെ കൊണ്ടുപോകുന്നത്. ഹല്ലേലൂയ. പ്രാരംഭത്തിൽ പറയട്ടെ, ലോകത്തിൽ മനുഷ്യർ, ഹല്ലേലൂയ, നമ്മുടെ സ്നേഹിതരും ബന്ധുക്കൾ ഉറ്റ മിത്രാംഗങ്ങളൊക്കെ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ നമ്മെ നല്ലൊരു വഴിയിലേക്ക് കൊണ്ടുപോകുന്നു എന്ന് പറയുമ്പോൾ പല വഴികളും ദുർഘടം നിറഞ്ഞതായിരിക്കും. മനുഷ്യൻ കൊണ്ടുപോകുന്ന വഴികൾ അപകടം നിറഞ്ഞതും പ്രതികൂലങ്ങൾ നിറഞ്ഞതും അതുപോലെ മരണം വരെ സംഭവിക്കാം. എന്നാൽ നല്ല വഴിയിലൂടെ കൊണ്ടുപോകുന്നവരുമുണ്ട്. വേദപുസ്തകം പറയുന്നത് നാം വിശ്വസിക്കുന്ന നമ്മുടെ കർത്താവ് നമ്മെ കൊണ്ടുപോകുന്ന നല്ലൊരു ദേശത്തേക്കാണ് കൊണ്ടുപോകുന്നത്. ഹല്ലേലൂയ. ഈ പ്രഭാതത്തിൽ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളോട് പറയുന്ന ശക്തമായ ദൂത്, ഹല്ലേലൂയ, നിന്നെ ദൈവം കൊണ്ടുപോകുന്ന നല്ലൊരു ദേശത്തേക്കാണ്. പ്രൈസ് ദി ലോർഡ്. അല്പസ്വല്പം കഷ്ടങ്ങളും പ്രയാസങ്ങളും ദുരിതങ്ങളും ദുഃഖങ്ങളും ഒക്കെ നിന്റെ ജീവിതത്തിൽ നീ അനുഭവിക്കേണ്ടി വന്നാലും ഒരുപക്ഷെ നീ അനുഭവിച്ച കഷ്ടനഷ്ട ദുഃഖങ്ങൾക്ക് അത് വലിയ വേദന നിനക്ക് തന്നിട്ടുണ്ടെങ്കിൽ ദൈവത്തിന്റെ വാഗ്ദത്തം നീ വിശ്വസിക്കുന്നെങ്കിൽ പരിശുദ്ധാത്മാവ് പറയുന്ന ദൂത് നിന്നെ നല്ലൊരു ദേശത്തേക്ക് ദൈവം കൊണ്ടുപോവുകയാണ്. നിന്നെ കണ്ടിട്ടില്ലാത്ത മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നാത്ത 1 കൊരിന്ത്യർ ലേഖനം 2-ാം അധ്യായം 9-ാം വാക്യം വായിക്കുന്നത് ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെയും ഹൃദയത്തിൽ തോന്നിയിട്ടില്ല. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും നാം വചനം പഠിക്കുമ്പോൾ യഹോവയായ ദൈവം ഇസ്രായേൽ മക്കളെ കൊണ്ടുപോയത് നല്ലൊരു ദേശത്തേക്കാണ്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ കർത്താവായ യേശുക്രിസ്തു നമ്മെ കൊണ്ടുപോകുന്ന നല്ലൊരു ദേശത്തേക്കാണ്. ഹല്ലേലൂയ. പഴയ നിയമ വിശ്വാസികളെല്ലാം നല്ലൊരു ദേശം വാഗ്ദത്ത കനാനെ ലക്ഷ്യമാക്കിയാണ് യാത്ര ചെയ്യുന്നെങ്കിൽ ഞാൻ നിങ്ങളിൽ യാത്ര ചെയ്യുന്ന സ്വർഗ്ഗീയ കനാനെ ലക്ഷ്യമാക്കിയാണ്. ഹല്ലേലൂയ. ഇവിടുത്തെ കഷ്ടങ്ങളൊന്നും നമ്മൾ കണ്ട് ഭയപ്പെടരുത്. ഇവിടുത്തെ വേദനകൾ കണ്ട് ഭയപ്പെടരുത്. ഒരുപക്ഷെ താങ്കൾ ഒറ്റപ്പെട്ടവളായിരിക്കാം. ഒരുപാട് കണ്ണുനീരിന്റെ അനുഭവം കൊണ്ടായിരിക്കാം. നിങ്ങളുടെ വേദനകൾ മറ്റാരോടും പറഞ്ഞു തീർക്കാൻ പറ്റാത്ത അനുഭവമായിരിക്കാം. ഒരുപാട് വെല്ലുവിളികളെ നിങ്ങൾ നേരിട്ടുണ്ടായിരിക്കാം. ജീവിതം തന്നെ മടുത്തു എന്ന് തോന്നിയ സാഹചര്യങ്ങൾ ഉണ്ടായിരിക്കും സുഹൃത്തേ. എന്നാൽ ദൈവത്തിന്റെ ആത്മാവ് പ്രഭാതത്തിൽ പറയുന്ന ദൂത്, ഏതെല്ലാം പ്രതികൂലത്തെ നീ മുമ്പോട്ട് പോകേണ്ടി വന്നാലും അതെങ്കിൽ നീ തളർന്നു പോകരുത്. ഹല്ലേലൂയ. നിന്നെ നല്ലൊരു ദേശത്തേക്ക് ദൈവം നടത്തുന്നു എന്നുള്ള ശുഭാപ്തി വിശ്വാസം, ആ ദൈവത്തിന്റെ വാഗ്ദത്തം നീ വിശ്വസിക്കണം, രക്തം ചെയ്യും. ഹല്ലേലൂയ. ഈ വചനം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് മിസ്രൈമി അടിമത്തത്തിൽ 400 വർഷം, ഹല്ലേലൂയ, കിടന്ന ജനം, 430 വർഷം കിടന്ന ജനം, അവർ കഠിനമായ വേല ചെയ്ത് ഭാരപ്പെട്ട് മനം കലങ്ങി തകർന്ന് മനസ്സ് നൊന്ത് അവിടെ സഹോദരങ്ങളൊക്കെ ഫറവോനിയ സൈന്യത്താൽ മരണപ്പെട്ടപ്പോൾ രാവും പകലുമില്ലാതെ ഇഷ്ടിക ചുട്ട് കഠിന വേല ചെയ്തപ്പോൾ അവരുടെ നിലവിളി സ്വർഗത്തിലെ ദൈവം കേട്ടു. അവരുടെ കണ്ണുനീര് ദൈവം കണ്ടു. ആ ജനത്തെ ദൈവം മിസ്രൈമിൽ നിന്ന് വിടുവിച്ച് കൊണ്ടുവന്ന് മരുഭൂമിയിലൂടെ നടത്തിയ ദിവസങ്ങളാണ് നമ്മൾ ചിന്തിക്കുന്നത്. അതുകൊണ്ടാണ് ആവർത്തന പുസ്തകം 8-ാം അധ്യായം അല്ലെങ്കിൽ അതിന്റെ 4 തൊട്ടുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ കാണുന്നത്, ഈ 40 സംവത്സരം നീ ധരിച്ച വസ്ത്രം ജീർണിച്ചു പോയിട്ടില്ല, നിന്റെ കാൽ വീങ്ങിയതുമില്ല. ഒരു മനുഷ്യൻ തന്റെ മകനെ ശിക്ഷിച്ചു വളർത്തുന്നത് പോലെ നിന്റെ ദൈവമായ യഹോവ നിന്നെ ശിക്ഷിച്ചു വളർത്തുന്നു എന്ന് നീ മനസ്സിൽ ധ്യാനിച്ചുകൊള്ളണം. ആകയാൽ നിന്റെ ദൈവമായ യഹോവയുടെ വഴികളിൽ നടന്ന് അവനെ ഭയപ്പെട്ട് അവന്റെ കൽപ്പനകൾ പ്രമാണിക്കണം.
നിന്റെ ദൈവമായ യഹോവ നല്ലൊരു ദേശത്തേക്കുള്ളൂ നിന്നെ കൊണ്ടുപോകുന്നത്. അത് താഴ്വരയിൽ നിന്നും മലയിൽ നിന്നും പുറപ്പെടുന്ന നീരൊഴുക്കുകളും ഉറവുകളും തടാകങ്ങളും ഉള്ള ദേശം. എത്ര മനോഹരമായ ദേശമല്ലേ! അത് ദൈവം നമ്മെ അനാഥനായി വിടത്തില്ല, വഴിയിൽ ഉപേക്ഷിക്കത്തില്ല. നമ്മെ ദോഷമായ വഴിയിലൂടെ യാത്ര ചെയ്യാൻ അനുവദിക്കുന്നില്ല. ദൈവം നമ്മെ കൊണ്ടുപോകും ആ ദേശത്തെല്ലാം തന്ന ദൈവം കൊണ്ടുപോകുന്നത്. ഏറ്റവും ശ്രേഷ്ഠമായി നിങ്ങൾക്ക് എന്തു വേണോ അതെല്ലാം തരാൻ ദൈവം വിശ്വസ്തനാണ്. രക്തം ചെയ്യാൻ എന്നെ കേൾക്കുന്ന മാതാപിതാക്കളെ, നിങ്ങളെ കൊണ്ടുപോകുന്ന ദേശത്തിന്റെ മഹത്വത്തെ നീ തിരിച്ചറിഞ്ഞ് അല്ലൊരു നീ യാത്ര ചെയ്യണം. 40 വർഷം സാഹചര്യം അല്ലൊരിയ മരുഭൂമിയിൽ യാത്ര ചെയ്തിട്ട് അല്ലൊരിയ അവർ വസ്ത്രം ജീർണിച്ചു പോകാതെ, കാൽ വീങ്ങാതെ, അല്ലൊരു അപ്പൻ മക്കളോട് കാണിക്കുന്ന സ്നേഹം പോലെ യഹോവയായി ദൈവരെ നടത്തി എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ കാലഘട്ടത്തിലും നമ്മൾ കർത്താവിൽ വിശ്വസിക്കണം. മനുഷ്യന്റെ വഴികളൊന്നും നമുക്ക് ശാശ്വതമല്ല. മനുഷ്യന്റെ വഴികളെല്ലാം നമുക്ക് പ്രതികൂലമായി മാറുമ്പോൾ, മനുഷ്യന്റെ വഴികളെല്ലാം നമ്മെ തളർത്തുമ്പോൾ, സ്വർഗീയ വഴികൾ, വചനത്തിലൂടെ നമുക്ക് വെളിപ്പെടുന്ന വഴികൾ നമ്മെ ധൈര്യപ്പെടുത്തുക. ഹല്ലേലൂയ. ഞാൻ നിങ്ങളോട് ചില കാര്യങ്ങൾ എപ്പോഴും പറയാം. ഞാൻ ജീവിതത്തെ ചേർത്ത് ഞാൻ ഒരുപാട് കഷ്ടതയിലൂടെ കടന്നു പോയിട്ടുണ്ട്. ഒരുപാട് കഷ്ടത ഈ ഫോണിലൂടെ അല്ലെങ്കിൽ ഈ ഫേസ്ബുക്കിലൂടെ സംസാരിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള അനവധി കഷ്ടതയിലൂടെ കടന്നു പോയിട്ടുണ്ട്. എന്ത് ചെയ്യും, എങ്ങനെ മുമ്പോട്ട് പോകും എന്നൊക്കെ ചിന്തിച്ച സമയമുണ്ട്. സ്നേഹിച്ചവരും കരുതിയവരും സഹായിക്കാമെന്ന് പറഞ്ഞവരും ഉറ്റവരും ഉടയവരും ഒക്കെ എല്ലാവരും മാറിപ്പോയ സന്ദർഭമുണ്ട്. നല്ലൊരു വഴിയിലേക്ക് കൊണ്ടുപോകാം എന്നൊക്കെ പറഞ്ഞ ആളുകളുണ്ട്. ഒരുപാട് വാഗ്ദത്തം തന്നവരുണ്ട്, ഒരുപാട് പ്രോത്സാഹനം തന്നവരുണ്ട്. ഹല്ലേലൂയ. പക്ഷെ കഷ്ടത വന്നപ്പോൾ, പ്രയാസം വന്നപ്പോൾ, പ്രതിസന്ധി വന്നപ്പോൾ ആരും കൂടെ ഉണ്ടായിരുന്നില്ല. കർത്താവിന്റെ വചനം മാത്രമേ കൂടെ ഉണ്ടായിരുന്നുള്ളൂ. കർത്താവ് പറഞ്ഞു, ലോകം നിന്നെ പകച്ചാലും, ലോകം നിന്നെ തള്ളിക്കളഞ്ഞാലും, ലോകം നിന്നെ ഉപേക്ഷിച്ചാലും, അപ്പനും അമ്മയും നിന്നെ കൈവിട്ട് കളഞ്ഞാലും ഞാൻ നിന്നെ കൈവിട്ട് കളയത്തില്ല. അപ്പൻ മകനെയോട് കരുണ കാണിക്കുന്ന പോലെ ഞാൻ നിന്നെ നല്ലൊരു ദേശത്തേക്ക് കൊണ്ടുപോകുന്നുവെന്ന് ദൈവത്തിന്റെ ആത്മാവിനോട് സംസാരിച്ചിട്ടുണ്ട്. ഞാനത് തൃപ്തനായി, ഞാനത് സന്തോഷനായി, ഞാനത് പൂർണ്ണവാനായി. എൻ്റെ ആകുലതകളെല്ലാം ദൈവത്തോട് പറഞ്ഞു, കർത്താവേ, മനുഷ്യന്റെ വഴികളെല്ലാം ചതിവും വഞ്ചനയും നിറഞ്ഞതാ. അങ്ങയുടെ വഴിയെല്ലാം വിശാലമാണ്, അങ്ങയുടെ വഴിയിലെല്ലാം അങ്ങ് സൂക്ഷിക്കുന്നു. എന്റെ കാൽ കല്ലിൽ തട്ടിപ്പോകാതെ വണ്ണം അവിടെ ദൂതന്മാരെ എന്നെ കാവൽ ചെയ്യുന്ന ദൈവമേ, അത്യുന്നതന്റെ പറയിൽ വസിക്കുവാൻ സർവശക്തി നിന്നിൽ പാർത്തുകൊണ്ട് ഓരോ നിമിഷവും അങ്ങ് കാണിക്കുന്ന പാതയിലൂടെ നടക്കുവാൻ എന്നെ പഠിപ്പിക്കണമെന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. തളരരുത് കേട്ടോ, നിങ്ങൾ തളരരുത്. നിങ്ങൾക്കൊരുപാട് തളർച്ച പറയാനുണ്ടെങ്കിൽ എന്നെ കേൾക്കുന്ന സ്നേഹിത, എനിക്ക് അതിനേക്കാൾ ഒരുപാട് തളർച്ചകൾ പറയാനുണ്ട്. അന്നുകൊണ്ട് ഇന്നുകൊണ്ട് അല്ലെങ്കിൽ ഒരുപാട് തളർച്ചകൾ, സങ്കടങ്ങളൊക്കെ ഒരുപാട് ഉള്ളിലുണ്ട്. പക്ഷെ ഒരുപാട് സങ്കടങ്ങൾ ഉള്ളിലുള്ളപ്പോഴും, ഒരുപാട് വേദനകളുള്ളപ്പോഴും ഒക്കെ ഞാൻ ഭാരപ്പെടാതെ ദൈവത്തിൽ ആശ്രയിക്കുക. ഒരുപാട് സമയം ഇരുന്ന് പലതിനെ കുറിച്ച് ചിന്തിച്ച് മനം കലങ്ങി മനസ്സ് ഭാരപ്പെടുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ മനസ്സിലൂടെ കടന്നു പോകും. വളരെ സങ്കടപ്പെടാറുണ്ട്, വളരെ ഭാരപ്പെടാറുണ്ട്. അപ്പം പെട്ടെന്ന് പുറത്തിറങ്ങിപ്പോയി, അല്ലേ, പുറത്തിറങ്ങിപ്പോകാൻ തരാം. അന്നേരം പുറത്തു പോയിട്ട് നമ്മുടെ കൺമുമ്പിൽ അന്നേരം നമ്മൾ കാണുന്ന ചില സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. അതൊരു പക്ഷെ ദൈവികമായ അനുഭവങ്ങളായിരിക്കും. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, ഒരു ദൈവോധനം പരസ്യമായിട്ട് അവിടെ ഒന്ന് വിളിച്ചു പറയാറുണ്ട്. അല്ലൊരു അത് ചിലപ്പോൾ ഒരു ശുശ്രൂഷയായിട്ട് മാറിയിട്ടുണ്ട്. അല്ലൊരു കാരണം തളരാൻ പാടില്ല, യേശു കൂടെയുണ്ട്. ആമേനല്ലിയ. ഒരപ്പനും അമ്മയും നിന്നെ കരുതുന്ന പോലെ നിന്നെ ചേർത്ത് പിടിക്കാൻ യേശു ഉണ്ട് കേട്ടോ. അല്ലേലിയ. തകർന്നു എന്ന് തോന്നിയ സന്ദർഭങ്ങളില്ലേ, ആമീൻ, മരിച്ചാൽ മതിയെന്ന് തോന്നിയ സന്ദർഭങ്ങളില്ലേ, ജീവിതം തന്നെ വളരെ നിരാശയിൽ പോയ സാഹചര്യങ്ങളില്ലേ, എല്ലാവരുടെ നിന്ന അപമാനങ്ങളും പരിഹാസങ്ങളും നേരിട്ട സമയങ്ങളില്ലേ, അവിടെയൊക്കെ നീ നിലനിന്നത് കർത്താവിന്റെ കരുണയാകട്ടോ, രക്തം ചെയ്യും. അപ്പൊ ഈ പ്രഭാതത്തിൽ കർത്താവ് നിങ്ങളോട് പറയുന്ന ദൂത് മഹനീയമായൊരു വാഗ്ദത്തമാണ്. നിങ്ങൾക്ക് നൽകുന്ന നല്ല ദേശത്തേക്ക് നിങ്ങൾ പ്രവേശിപ്പാൻ സമയമായി. ഹല്ലേലൂയ. ആ സ്ഥലം, നിങ്ങൾ പ്രവേശിക്കാൻ പോകുന്ന സ്ഥലത്ത് നീരൊഴുക്കുകളും ഉറവുകളും തടാകങ്ങളും നിങ്ങൾക്ക് അവകാശമായി നൽകും. അത് നിങ്ങൾക്ക് അനുഗ്രഹമായി മാറും. നീരുറവുണ്ടാകും, ഹല്ലേലൂയ, ഉറവുകളുണ്ടാകും, നല്ല തടാകങ്ങളുണ്ടാകും.
എന്തും നിനക്ക് വേണോ അതെല്ലാം ദൈവം തരും. ഹല്ലേലൂയ. അതാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. അപ്പൊ ലോകപ്രകാരമുള്ള നദികളെല്ലാം വറ്റിപ്പോയാലും വേനൽക്കാലത്ത് നമ്മുടെ നാട്ടിലുള്ള നദികളിൽ മണൽ മാത്രമേ കാണുകയുള്ളൂ, ജലം കാണുകയില്ല. ലോകപ്രകാരം എല്ലാ നദികളും വറ്റി വരളാൻ സാധ്യതയുണ്ട്. ഹല്ലേലൂയ. വേനലായി കഴിയുമ്പോൾ ആ നദികളിലെല്ലാം വെള്ളം വറ്റിയിട്ട് മണലുകൾ വന്നാണ് അടിഞ്ഞുകൂടി കിടക്കുന്നതാണ് നമ്മൾ കാണുന്നത്. എന്നാൽ ദൈവം നമ്മുടെ മുമ്പിൽ ചില നീരുറവുകളും ഉറവുകളും തടാകങ്ങളും തന്നാൽ അത് വറ്റിപ്പോകത്തില്ല, മണലുകൾ കൊണ്ട് നിറഞ്ഞതാകത്തില്ല. ദൈവം തരുന്ന നീരൊഴുക്കുകളും ഉറവുകളും തടാകങ്ങളും എന്നും നിനക്ക് പ്രയോജനമായിരിക്കും. പ്രേസലോ. അതിന് ഉദാഹരണം നമ്മൾ ഏലിയാവിനെ പഠിച്ചാൽ മതി. ഹല്ലേലൂയ. സ്തോത്രം. 1 രാജാക്കന്മാരുടെ പുസ്തകം 17-ാം അധ്യായം. ഹല്ലേലൂയ. അതിന്റെ 7-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്: എന്നാൽ ദേശത്ത് മഴ പെയ്യായികയാൽ കുറെ ദിവസം കഴിഞ്ഞ ശേഷം തോട് വറ്റിപ്പോയി. അപ്പോൾ അവന് യഹോവയുടെ അരുളപ്പാടുണ്ടായത് എന്തെന്നാൽ, നീ എഴുന്നേറ്റ് സീദോനോട് ചേർന്ന സാരാഫാത്തിലേക്ക് ചെന്ന് അവിടെ പാർക്കാം. നിന്നെ പുലർത്തേണ്ടതിന് അവിടെയുള്ള ഒരു വിധവയോട് ഞാൻ കൽപ്പിച്ചിരിക്കുന്നു. അപ്പൊ ഏലിയാവ് ആഹാബിനെ ഭയപ്പെട്ട് കെരീത്ത് തോട്ടിന്റെ അരികിൽ വന്ന് പാർത്തെങ്കിലും ചില ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ മഴ പെയ്യാതെ വന്നപ്പോൾ ആ തോട് പറ്റിപ്പോയി. പിന്നെ ആ തോട്ടിൽ മണല് കൊണ്ട് നിറഞ്ഞു കിടക്കുന്നതാണ്. അവിടെ നീരൊഴുക്കുമില്ല, ഉറവുകളുമില്ല, തടാകത്തിന്റെ ഒരു പ്രതീതിയില്ല. പക്ഷെ ദൈവം ഇറങ്ങി വന്നു. ദൈവം ഇറങ്ങി വന്നിട്ട് ഏലിയാവിനോട് പറഞ്ഞു, ഏലിയാവേ, നീ ഇവിടെ നിന്ന് എഴുന്നേറ്റ് പുറപ്പെട്ട് ഹല്ലേലൂയ സീദോനോട് ചേർന്ന് കിടക്കുന്ന സാരാഫാത്തിലേക്ക് പോകാം. അവിടെ നിന്നെ പോറ്റേണ്ടതിന് ഞാൻ വിധവയോട് കൽപ്പിച്ചിട്ടുണ്ട്. അത് ഏലിയാവിന്റെ ഹൃദയത്തിൽ, ഏലിയാവിന്റെ കാതുകളിൽ ദൈവത്തിന്റെ ശബ്ദം കേട്ടതുപോലെ എന്നെ കേൾക്കുന്ന മാതാവ് പിതാവ് നീ ദൈവ ശബ്ദം കേൾക്കണം കേട്ടോ. ഏലിയാവിനെ നീ ഹല്ലേലൂയ അനുഗ്രഹിച്ചൊരു ദൈവം, ഏലിയാവിന്റെ ദൈവം എന്റെ നിന്റെ ദൈവമാണ്. ഹല്ലേലൂയ എന്ന് പറഞ്ഞ കെരീത്ത് തൊട്ടിൽ ഹല്ലേലൂയ ഏലിയാവ് ഇരുന്നെങ്കിലും അവിടെയും തനിക്ക് ചില ശോധനകൾ കടന്നു. അതിനെക്കുറിച്ച് വചനം പറയുമ്പോൾ ഏലിയാവിനെ ഒരു വലിയ ദൗത്യത്തിന് ദൈവം പ്രാപ്തരാക്കുക, ആഹാബിൽ നിന്നും സംരക്ഷണം ലഭിക്കുവാനും കെരീത്ത് തോട്ടെങ്കിൽ ഒളിച്ചു പാർക്കാൻ ദൈവമാണ് പറഞ്ഞത്. ഹല്ലേലൂയ. സ്തോത്രം. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. അവൻ അനുസരിച്ചു. ആഹാബിന്റെ കൊട്ടാരത്തിൽ നിന്ന് തന്നെയാകണം അവന് ഭക്ഷണം എത്തിക്കാൻ ദൈവം കാക്കയെ ചുമതലപ്പെടുത്തിയത്. ആഹാബിനെ പേടിച്ചാണ് ആമീൻ അല്ലെങ്കിൽ കെരീത്ത് തോട്ടിൽ പോയി ഒളിച്ചിരിക്കാൻ യഹോവയായ ദൈവം കൽപ്പിച്ചെങ്കിലും ഈ ആഹാബ് രാജാവിന്റെ കൊട്ടാരത്തിൽ തന്നെ ആയിരിക്കണം ഏലിയാവിന് ദിവസവും അപ്പവും ഇറച്ചിയും കൊണ്ട് കൊടുക്കുന്നത്. അത് അങ്ങനെ കാക്കയോട് കൽപ്പിച്ചെന്നുള്ളതാണ് നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നത്. ഹല്ലേലൂയ. സ്തോത്രം. ഇപ്പൊ ഇവിടെ വചനം പറയുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ഹല്ലേലൂയ ഒരു അപൂർവ സംഭവം, കാക്ക അന്നദാതാവായി മാറുക. ഒരു അപൂർവ സംഭവം, കാക്ക അന്നദാതാവായി മാറുക. കാരണം കാക്കയുടെ കയ്യിൽ എന്ത് കിട്ടിയാലും കാക്ക അത് തിരിച്ചു തരത്തില്ല, അത് കൊത്തിപ്പറിച്ച് തിന്നു തീർക്കും. കാരണം അതിന്റെ കാര്യമാണ്. എന്നൊരു അന്നദാതാവായി മാറുന്നതെന്ന് പറയുമ്പോൾ ഏലിയാവുള്ള ബന്ധത്തിന് കാക്കാം. ഹല്ലേലൂയ. സ്തോത്രം. സ്തോത്രം. ഇവിടെ നമ്മൾ ദൈവത്തിന്റെ വചനം മാറുമ്പോൾ ദൈവ വഴികൾ അഗോചരം തുടർന്ന് തോട് വറ്റുന്നത് ഏലിയാവ് കണ്ടു. ദൈവത്തിന്റെ വഴികൾ വളരെ അഗോചരമായിട്ട് തോന്നുകയും കെരീത്ത് തോട് വറ്റുന്നതും ഏലിയാവ് കണ്ടു. തന്റെ തന്നെ പ്രാർത്ഥനയുടെ ഫലമാണിതെന്ന് മനസ്സിലാക്കി അവൻ കൂടുതലായി ദൈവത്തിൽ ആശ്രയിച്ചു. അപ്പൊ ഏലിയാവിന്റെ പ്രാർത്ഥനയാണ് ഈ തോട് വറ്റിപ്പോകാൻ കാരണം. അതാണ് സ്തോത്രം. 1 രാജാക്കന്മാരുടെ പുസ്തകം 17-ാം അധ്യായം 1-ാം വാക്യം വായിച്ചാൽ കാണാൻ കഴിയും. എന്നാൽ ഗിലെയാദിലെ തിശ്ബിയിൽ നിന്നുള്ള തിശ്ബിനായ ഏലിയാവ് ആഹാബിനോട്, ഞാൻ സേവിച്ചു നിൽക്കുന്ന ഇസ്രായേലിന്റെ ദൈവമായ യഹോവയാണ്, ഞാൻ പറഞ്ഞല്ലാതെ ഈ ആണ്ടുകളിൽ മഞ്ഞും മഴയും ഉണ്ടാകുകയില്ല എന്ന് പറഞ്ഞു. ഏലിയാവ് പറഞ്ഞിട്ടാണ് ഈ തോട് പറ്റിയത്. ഏലിയാവിന്റെ പ്രാർത്ഥനാപരമായിട്ട് ഈ തോട് പറ്റിയത്. ഹല്ലേലൂയ. പക്ഷെ തോട് വറ്റുന്നത് കണ്ടിട്ടും ഏലിയാവ് ഭാരപ്പെട്ടില്ല, അവൻ ദൈവത്തിൽ ആശ്രയിച്ചു. ഹല്ലേലൂയ. ദൈവത്തിൽ ആശ്രയിച്ചു. നമ്മുടെ ജീവിതത്തിൽ തോട് വറ്റിപ്പോകുന്ന അനുഭവങ്ങളുണ്ടാവും. നമ്മുടെ ജീവിതത്തിലും കെരീത്ത് തോട് വറ്റിപ്പോയതുപോലെ ഏലിയാവിന്റെ ജീവിതത്തിൽ കെരീത്ത് തോടിന്റെ വറ്റിയ അനുഭവം വന്നതുപോലെ എന്നെ കേൾക്കുന്ന നമ്മുടെ സ്നേഹിത, നിന്റെയും ജീവിതത്തിൽ ആമേൻ കെരീത്ത് തോട് വറ്റിയതുപോലെ ചില അനുഭവം വരും. ചില വരണ്ട അനുഭവങ്ങൾ, നീരൊഴുക്കുകൾ നിലച്ചത് വന്നേക്കാം, ഉറവുകൾ നിന്നേക്കാം, തടാകങ്ങൾ പോലും മണൽ കൊണ്ട് നിറഞ്ഞേക്കാം. ജീവിതം ഒരു മരുഭൂമി പോലെ വന്നേക്കാം. ഹല്ലേലൂയ. ആ മരുഭൂമിയുടെ നടുവിൽ നീരുറവിനെ തുറക്കാൻ കഴിവുള്ള
ശക്തനായ ഒരു ദൈവമുണ്ടെന്ന് നീ വിശ്വസിക്കുന്നെങ്കിൽ ഹല്ലേലൂയ, ഈ ലോക ജീവിതത്തിൽ നീ ഒരിക്കലും അടിപതറി പോകത്തില്ല. രക്തം ചെയ്യാം. ഹല്ലേലൂയ. അപ്പൊ ഏലിയാവ് ദൈവത്തിൽ ആശ്രയിച്ചതുപോലെ നിങ്ങൾ ദൈവത്തിൽ ആശ്രയിക്കണം. വചനം പറയുന്നത് ഹല്ലേലൂയ. ഇവിടെ സ്തോത്രം വചനം വായിക്കുമ്പോൾ, എന്നാൽ നമ്മൾ ദൈവത്തിൽ ആശ്രയിച്ചാൽ നമ്മെ പുലർത്തുവാൻ ദൈവശക്തനാണ്. നമ്മൾ ദൈവത്തിൽ ആശ്രയിച്ചാൽ നമ്മെ പുലർത്തുവാൻ ദൈവശക്തനാണ്. അല്ലേ? അപ്പൊ ശക്തനായവൻ എനിക്ക് വലിയ ചെയ്തിരിക്കുന്നു എന്ന് ലലിയ നമ്മൾ ലൂക്കോസ് സുവിശേഷം വായിക്കുമ്പോൾ നമുക്ക് കാണുന്നുണ്ട്. അല്ലേ? മറിയോടുള്ള ബന്ധത്തിൽ, എലിസബത്തുള്ള ബന്ധത്തിൽ ചിന്തിച്ചാൽ അത് കാണാൻ കഴിയും. അല്ലേ? പൗലോസിന്റെ ജീവിതത്തെ എടുത്ത് വായിച്ചാൽ നമുക്ക് ശക്തൻ എന്നെ ശക്തനാക്കുന്നത് ഞാൻ മുഖാന്തര സകലത്തിൽ മതിയാകും. ലേഖനം വായിക്കുന്ന 4:13 വരുവാണ്ട് എന്നെ ശക്തനാക്കുന്നവൻ സകലത്തിൽ മതിയാകും. കാരണം കാരാഗ്രഹത്തിന്റെ അനുഭവമാണ് പൗലോസിന്റെ ജീവിതമെങ്കിലും പൗലോസ് എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തര സകലത്തിനും മതിയാകുന്നു. ഇത് തന്നെ അന്ന് ഏലിയ ഒരുപക്ഷെ ചിന്തിച്ചു കാണും. ഏലിയാവിന്റെ ഹൃദയത്തിൽ ദൈവം കൊടുത്തു കാണും. കിരീടത്തോട്ട് പറ്റിയാലും, നീരുറവുകൾ നിന്നാലും, ഉറവുകളെല്ലാം നിലച്ചു പോയാലും, തടാകം മരുഭൂമി പോലെ ആയാലും എന്നെ ശക്തനാക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് ഏലിയാവ് തന്റെ ഹൃദയത്തിൽ വിശ്വസിച്ചു. ആ വിശ്വാസം ദൈവം കണ്ടു. ദൈവനോട് പറഞ്ഞു, നീ എഴുന്നേറ്റ് സീദോനോട് ചേർന്ന് കിടക്കുന്ന സാരാപാത്തിലേക്ക് പോകാം. അതെ, ചില നീരുറവുകൾ പറ്റുമ്പോൾ, ചില ഉറവുകൾ പറ്റുമ്പോൾ, ചില തടാകങ്ങൾ മരുഭൂമി സമാനമായി മാറുമ്പോൾ ദൈവത്തിനോട് സംസാരിക്കും. പ്രൈസ് നമ്മൾ ദൈവത്തിൽ വിശ്വാസം അർപ്പിക്കണം. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ വചനം വായിക്കുന്നത്, കാക്കയിലോ തോട്ടിലോ ആശ്രയം വെക്കാതിരിക്കാനും ചിലപ്പോൾ ദൈവം നമ്മെ ഇത്തരം അനുഭവത്തിൽ കടത്തിവിട്ടേക്കും. കാക്കയിലും തോട്ടിലും ഒക്കെ ആശ്രയം വെക്കാതിരിക്കാൻ വേണ്ടി ചിലപ്പോൾ ദൈവം ഇങ്ങനെ കടത്തിവിടും. ചിലപ്പോൾ നമുക്ക് നല്ല നീരുള്ള ഒഴുക്കുകളും ഒക്കെ കിട്ടും. നമ്മൾ ഒരുപക്ഷെ അതിതൃപ്തി അറിഞ്ഞേക്കാം. നിരന്തരമായിട്ട് കാക്ക കൊണ്ടുവന്ന് ഏലിയാൻ എപ്പവും ഇറച്ചിയും കൊടുക്കുമ്പോൾ ഒരുപക്ഷെ അതിൽ അതിലെ സന്തോഷം അത് വരാതിരിക്കാൻ വേണ്ടി അതൊക്കെ നിന്നുപോയി. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ. ഇവിടെ ദൈവത്തിനെ വായിക്കുമ്പോൾ തോട് വറ്റുകയോ കാക്ക ചാകുകയോ ചെയ്യട്ടെ, മൂന്നിലൊരു ചൂട് വയ്പാൻ, മുന്നിലേക്കൊരു ചൂട് വെപ്പാൻ ഇടമുണ്ടോ, അത് നോക്കിയാൽ മതി. ഹല്ലേലൂയ. അപ്പൊ തോട് വറ്റിയായാലും കാക്കയുടെ പരവ് നിന്നാലും മുമ്പോട്ട് യാത്ര ചെയ്യുവാൻ ഇടമുണ്ടെങ്കിൽ നീ അത് ചെയ്തോണം കേട്ടോ. ഹല്ലേലൂയ. ഒരു പക്ഷെ എല്ലാ വഴിയിലും ഉടഞ്ഞേക്കാം, എല്ലാ വഴികളും മാർഗങ്ങളും ഉടഞ്ഞേക്കാം. നിന്നെ സ്നേഹിച്ചവരും നിന്നെ വിളിച്ചവരൊക്കെ വിളിക്കാതെ വന്നേക്കാം. നിന്നെ സഹായിക്കാമെന്ന് പറഞ്ഞവരൊക്കെ മാറി നിന്നേക്കാം. ഹല്ലേലൂയ. അനവധി വാഗ്ദത്തങ്ങൾ മനുഷ്യൻ പറഞ്ഞു കാണും. അവരെല്ലാം നിന്നെ വിട്ട് മാറിപ്പോകുമ്പോൾ മുന്നിലോട്ടൊരു ചുവട് വെക്കുവാൻ നിനക്കിടമുണ്ടെങ്കിൽ നീ മുന്നോട്ട് ചവിട്ടണം. ഹല്ലേലൂയ. നീ മുന്നോട്ട് യാത്ര ചെയ്യണം. പിന്നോക്കം നീ തിരിഞ്ഞു നോക്കരുത്. പുറകോട്ട് തിരിഞ്ഞു നോക്കിയാൽ നിന്നെ ഭയപ്പെടുത്തുന്ന, നിന്നെ നിരാശയിലേക്ക് കൊണ്ടുപോകുന്ന ശത്രു സൈന്യമുണ്ട്. ഇസ്രായേൽ മിസ്രയീമിൽ ഉറപ്പിട്ട് ചെങ്കടൽക്കരയിൽ വന്നെങ്കിലും അവർ പിന്നിലേക്ക് നോക്കിയപ്പോൾ എന്ത് ചെയ്തു? ഫറവോനും തന്റെ സൈന്യവും 600 ഇരുമ്പ് രഥങ്ങളിൽ കുതിരക്കുളമ്പടി നാദത്തോടെ കാതടപ്പിക്കുന്ന ശബ്ദത്തോടെ പാഞ്ഞു വരുന്നത് കണ്ടു കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? ഹല്ലേലൂയ. ഇസ്രായേൽ പതറിപ്പോയി. സ്തോത്രം. അതെ, നീ പിന്നോക്കം നോക്കരുത്. പിന്തിരിഞ്ഞു നോക്കിയാൽ നീ തളരുവാൻ സാധ്യതയുണ്ട്. ഏലിയാവിന്റെ ദൈവം പറഞ്ഞ, ഏലിയാവെ നീ പുറകോട്ട് നോക്കണ്ട, മുന്നിലോട്ട് നോക്ക്. മുന്നിലേക്ക് ചവിട്ടുവാൻ ഇടമുണ്ടെങ്കിൽ ഹല്ലേലൂയ നീ മുമ്പോട്ട് നടക്കാം. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന മാതാവ് പിതാവേ, നീ പുറകോട്ട് നോക്കരുത്. ഹല്ലേലൂയ. ലോത്തിന്റെ ഭാര്യയോട് ലോകത്തിന്റെ ഭാര്യയ്ക്ക് പറ്റിയതുപോലെ നിങ്ങൾക്ക് പറ്റരുത്. സോദോം ഗൊമോറയിൽ നിന്ന് ഓടി രക്ഷപ്പെടാൻ പറഞ്ഞപ്പോൾ ഹല്ലേലൂയ അവരത് താമസിയും. പിന്നെ ദൂതന്മാരെ വലിച്ചിറക്കി കൊണ്ടുപോയി. പിറകോട്ട് നോക്കരുതെന്ന് ദൈവം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ലോത്തിന്റെ ഭാര്യ സോദോം ഗൊമോറയുടെ മനോഹാരിതത്വം വിട്ടുപോകുന്ന ഓർത്ത് ഭയാനപ്പെട്ട് പുറകോട്ട് നോക്കി. അവൾ ഉപ്പുതൂണായി മാറി. ഹല്ലേലൂയ. എന്നാൽ സ്തോത്രം, ലോത്തും തന്റെ മക്കളും പർവ്വതത്തിലേക്ക് ഓടി. ഹല്ലേലൂയ. അതേ, മുമ്പോട്ട് ചവിട്ടുവാൻ ഇടമുണ്ടെങ്കിൽ, മുമ്പോട്ട് കാൽ വെക്കുവാൻ ഇടമുണ്ടെങ്കിൽ നീ പിന്നിലേക്ക് നോക്കരുത്. പിന്നിൽ നിന്ന് അപകടങ്ങൾ കടന്നു വരാൻ സാധ്യതയുണ്ട്. ഹല്ലേലൂയ. രക്തം ചെയ്യാം. എന്നെ കേൾക്കുന്ന മാതാവേ പിതാവേ, നിന്റെ ജീവിതത്തിൽ ഈ വചനം ഒരു വാഗ്ദത്തമാ. നിന്റെ ദൈവമായി യഹോവ നല്ലൊരു ദേശത്തേക്കല്ലോ നിന്നെ കൊണ്ടുപോകുന്നത്. അവിടെ നീരുറവുകളുണ്ട്. ഹല്ലേലൂയ. അവിടെ ഉറവുകളുണ്ട്, തടാകങ്ങളുണ്ട്. ഹല്ലേലൂയ. നിന്നെ കാത്തു സൂക്ഷിപ്പാൻ ദൈവം വിശ്വസന. ഭാരപ്പെട്ട് മനം കലങ്ങിയിരിക്കുന്ന മാതാവേ, സങ്കടപ്പെട്ടിരിക്കുന്ന ഒരു സഹോദര, എന്റെ ഹൃദയത്തിന്റെ നിരൂപണങ്ങൾ അറിയുന്ന ഒരു ദൈവമുണ്ട്.
നിന്റെ കണ്ണുനീര് തുടയ്ക്കുന്ന ഒരു ദൈവമുണ്ട്. നിന്റെ കുടുംബത്തിന്റെ അവസ്ഥ അറിയുന്നവൻ, അവന്റെ ജീവിത ഭാരങ്ങൾ അറിയുന്ന ഒരു നല്ല കർത്താവുണ്ട് കേട്ടോ. അവൻ നിന്നെ വഴിയിൽ വിട്ട് കളയുന്നവനല്ല, അനാഥനായി വിടുന്നവനല്ല. രക്തം ചെയ്യും. അല്പസ്വല്പം കഷ്ടതയിലൂടെ കടന്നുപോയാലും അല്ലേലൂയ, അതിനപ്പുറത്ത് നമുക്കൊരു നല്ല വിശാലതയുണ്ട്. രക്തം ചെയ്യും. അല്ലേലൂയ. അപ്പം വചനം അതാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. അല്ലേലൂയ. അപ്പം മുന്നിലോട്ടൊരു ചുവട് വെപ്പാൻ ഇടമുണ്ടെങ്കിൽ അത് മാത്രം നോക്കിയാൽ മതി. അല്ലേലൂയ. ദൈവം നിന്നെ നോക്കിക്കൊള്ളും. അല്ലേലൂയ. കിരീത്തിലെ ജീവിതം ദൈവം പറയുന്നത് മുഴുവൻ അനുസരിപ്പാൻ ഏരിയാവത്തായി. അല്ലേലൂയ. അപ്പൊ കെരീത്ത് തോട്ടെങ്കിൽ ഇരുന്നപ്പോൾ ദൈവം പറഞ്ഞ സകല വാക്കുകളും അനുസരിപ്പാൻ ഏലിയാവ് തയ്യാറായി. അതെ, നാം ദൈവത്തെ അനുസരിക്കണം. പ്രൈസലോ. ദൈവത്തെ അനുസരിക്കണം. രക്തം ചെയ്യണം. ഹല്ലേലൂയ. ഒരിക്കൽ എന്നോട് ഒരാൾ പറഞ്ഞു, എന്റെ പാസ്റ്റർ എത്ര കാലം ഇങ്ങനെ വാടകയ്ക്ക് താമസിക്കുന്നത്? വിശ്വാസത്തിൽ വന്നിട്ട് ഇത്രയും കാലം വാടകയ്ക്കല്ലേ താമസിക്കുന്നത്? നമുക്കൊരു സ്ഥലം വാങ്ങാം, നമുക്കൊരു വീട് വെക്കാം, ഒരു പ്രാർത്ഥിക സൗകര്യപ്പെടാം. ഞാനായി പറഞ്ഞ് നല്ലതായിക്കോട്ടെ. ഞാൻ അദ്ദേഹത്തോട് നിങ്ങൾ ആലോചിച്ചാണോ പറയുന്നത്? അദ്ദേഹം പറഞ്ഞതേ. അപ്പൊ അദ്ദേഹം എന്നോട് പറഞ്ഞു, പെട്ടെന്ന് സ്ഥലമൊക്കെ നോക്കിക്കോ പാസ്റ്റർ. ഞാൻ പറയാം, എന്റെ സഹോദര, ഞാൻ താമസിക്കുന്ന ദേശത്ത് മറ്റുള്ള സ്ഥലം പോലല്ല. ഇവിടെ സ്ഥലമൊക്കെ വാങ്ങാൻ കുഴപ്പമൊന്നുമില്ല, വാങ്ങുന്നതിന് ഭയങ്കര വിലയാണ്. അതൊന്നും സാരമില്ല പാസ്റ്റർ, നമുക്ക് എടുത്തേക്കാമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അദ്ദേഹം പല പ്രാവശ്യം അദ്ദേഹം എന്നെ നിർബന്ധിച്ചപ്പോൾ ഞാൻ എന്തായാലും ഒരു ബ്രോക്കറെ പോയി കണ്ടു. അല്ലേരിയ. കാരണം അദ്ദേഹം പറഞ്ഞു, ഇനി അനുസരിക്കാതിരുന്നിട്ടാ മേടിക്കാതിരുന്നൊന്ന് വരാതിരിക്കാൻ വേണ്ടി ഞാൻ അദ്ദേഹം പറഞ്ഞു കേട്ടൊരു ബ്രോക്കർ കുറെ സ്ഥലം കാണിച്ചു, വീടുകൾ കാണിച്ചു. അതിലെല്ലാം ഭയങ്കര വിലയാണ്. എല്ലാം ഭയങ്കര വിലയാണ്, എല്ലാത്തിനും വിലയാ, ലക്ഷങ്ങളാണ്. കാരണം ഇവിടെ ചെറിയ തുണ്ട് ഭൂമിക്ക് പോലും ഭയങ്കര വിലയാണ്. അല്ലേ? അപ്പൊ ഞാൻ ആ സഹോദരനെ വിളിച്ചു പറഞ്ഞു, ഇവിടുത്തെ വസ്തുവിനൊക്കെ ഇങ്ങനത്തെ വിലയാ, ഇവിടുത്തെ വീടുകൾക്കൊക്കെ ഇങ്ങനത്തെ വിലയാ. അല്ലേ? അപ്പൊ അത് അയ്യോ, അങ്ങനെ കാണും നമുക്ക് എടുക്കാൻ പറ്റത്തില്ല. ഞാൻ ആദ്യം അദ്ദേഹത്തോട് പറഞ്ഞതാ, നമുക്ക് ഒതുങ്ങുന്ന കാര്യങ്ങളെ ചിന്തിക്കാവുള്ളൂ. അല്ല, അതെല്ലാത്തിനും പുള്ളി തയ്യാറാ. അതെ, മുമ്പോട്ട് വന്ന വ്യക്തി പുറകോട്ട് പോയി. അല്ലേ? അങ്ങനെ പലരും നമ്മുടെ മുമ്പിൽ പലവിധമായ വാഗ്ദത്തങ്ങളും പറഞ്ഞ് മുന്നോട്ട് വരുമെന്നേ. അല്ലേ? പലരും അവർ പറഞ്ഞ് പ്രോത്സാഹനം തരും, പലതും അവർ പറഞ്ഞ് നമ്മെ പറ്റിക്കാൻ നോക്കും. പക്ഷേ മനുഷ്യൻ വാക്കുമാറും, ദൈവം വാക്കുമാറത്. ഞാൻ അന്ന് പഠിച്ചു, മനുഷ്യൻ വാക്കുമാറും, ദൈവം വാക്കുമാറത്തില്ല. അതുകൊണ്ടാണ് മാലാഖിയുടെ പുസ്തകം 3-ാം അധ്യായം 6-ാം വാക്യം പറയുന്നത്, യഹോവയായി ഞാൻ മാറാത്തവൻ. ഹല്ലേലൂയ. അതുകൊണ്ട് യാക്കോബിന്റെ സന്തതികളെ നിങ്ങൾ മുടിഞ്ഞു പോകാതിരിക്കുന്നു. അതെ, മനുഷ്യൻ വാക്കുമാറിയാലും ദൈവം വാക്കുമാറത്തില്ല. ദൈവം വാക്കുമാറാത്തതുകൊണ്ടാണ് യാക്കോബിന്റെ മക്കളായിരിക്കും ഞാൻ നിങ്ങൾ മുടിഞ്ഞു പോകാതിരുന്നത്. ദൈവം വാക്കുമാറുന്നതിൽ പണ്ടേ നമ്മൾ തകർന്ന് തരിപ്പണമായനെ. അതെ, നമ്മുടെ ദൈവം വാക്കുമാറുന്നവരുടെ വാക്കു പാലിക്കുന്നവനാണ്. രക്തം ചെയ്യും. ഇന്ന് പകലെന്നെ കേൾക്കുന്ന മാതാപിതാവേ, അവൻ നിന്നോടൊരു വാക്ക് പറഞ്ഞിട്ടുണ്ട്, അവനത് പാലിക്കുക തന്നെ ചെയ്യും. എന്താണ് കർത്താവ് ഇന്ന് പകൽ നിന്നോട് പറഞ്ഞ വാക്ക്? നിന്റെ ദൈവമായ യഹോവ നല്ലൊരു ദേശത്തേക്കല്ലോ നിന്നെ കൊണ്ടുപോകുന്നത്. അത് താഴ്വരയിൽ നിന്നും മലയിൽ നിന്നും പുറപ്പെടുന്ന നീരൊഴുക്കുകളും ഉറവുകളും തടാകങ്ങളുള്ള ദേശം. അതെ, ആ ദേശത്തേക്ക് ദൈവം നിന്നെ നടത്തുന്നു. ആ വഴിയിലേക്ക് നീ യാത്ര ചെയ്ത് മുമ്പോട്ട് പോകുന്നെങ്കിൽ വാക്കു പറഞ്ഞു നിന്നെ ലക്ഷ്യസ്ഥാനത്തെത്തിക്കും. പ്രൈസലോ. എന്റെ ശൂന്യതയെ മാറ്റുവാൻ ദൈവത്തിന് കഴിയും. എന്റെ പ്രതിസന്ധിയെ മാറ്റുവാൻ ദൈവത്തിന് അറിയും. നിന്റെ കുടുംബത്തിന്റെ അരിഷ്ടതാവസ്ഥയെ അറിയുന്ന ദൈവമാ. ഹല്ലേലൂയ. നിന്റെ കുടുംബത്തിനകത്ത് പക്ഷേ പ്രഭാതത്തിൽ സ്വന്തം മക്കൾക്ക് കഞ്ഞി വെച്ചു കൊടുക്കാൻ അരിയില്ലാത്ത അനുഭവമായിരിക്കാം. അപ്പൊ നിങ്ങൾ ചോദിക്കും, ഈ കാലഘട്ടത്തിൽ അരിയില്ലാത്ത വീടുകളുണ്ടോ പാസ്റ്റർ? അരിയില്ലാത്ത അനവധി വീടുകളെ ഞാൻ കാണിച്ചു തരാം. ഓരോ ദിവസവും അധ്വാനിച്ച് കിട്ടുന്നതുകൊണ്ട് കടയിൽ നിന്നും പണ്ടത്തെ പോലെ 1 കിലോ അരി മേടിച്ചുകൊണ്ട് കഞ്ഞി വെക്കുന്ന അനവധി വീടുകൾ ഞാൻ കണ്ടിട്ടുണ്ട്. ഹല്ലേലൂയ. സ്വതം നന്നായിട്ട് കറി വെക്കുവാൻ സാധനങ്ങളില്ലാതെ ഭാരപ്പെടുന്ന വീടുകളെ എനിക്കറിയാം. അതെന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് ചോദിക്കരുത്. ചോദിച്ചാൽ നിങ്ങൾക്ക് അതിന് ഉത്തരം അറിയാം. അങ്ങനെയുള്ള അനവധി വീടുകളുണ്ട്. ഹല്ലേലൂയ. അതെ, അങ്ങനെയുള്ള അനുഭവത്തിലൂടെയാണ് നീ കടന്നു പോകുന്നെങ്കിലും എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, നിന്റെ കുടുംബത്തിന്റെ അവസ്ഥയെ മാറ്റുവാൻ ദൈവത്തിന് കഴിയും. ഹല്ലേലൂയ. കുടുംബത്തിന്റെ ശൂന്യതയെ മാറ്റുവാൻ. ഒരുപക്ഷെ നീ ജോലിയില്ലാതെ ഭാരപ്പെടുകയാണോ? ചെയ്യുന്ന ജോലിക്ക് വേണ്ട സാലറി കിട്ടാതെ ഭാരപ്പെടുകയാണോ? മരുഭൂമി നീ കഷ്ടം സഹിക്കുകയാണോ? വിദേശ രാജ്യത്ത് കടന്നുപോയി നല്ല നിലയിൽ എത്തണമെന്നൊക്കെ ആഗ്രഹിച്ചെങ്കിലും ആഗ്രഹത്തിന്റെ പൂർത്തീകരണത്തിലേക്ക് ഒരു കഴിയാതെ നീ വഴിയിൽ വെച്ച് തകർന്ന അനുഭവമാണ്, സങ്കടപ്പെടുന്ന അനുഭവമാണ്. നീ ഭാരപ്പെട്ടു പോകരുത്. മുന്നോട്ട് ചവിട്ടുവാൻ നിനക്ക് ഇടമുണ്ടെങ്കിൽ ഏരിയാവിനെപ്പോൾ നീ മുമ്പോട്ട് സ്റ്റെപ്പ് വെക്ക്. നിന്നെ കരുതുവാൻ ദൈവം ചിലരെ ഒരുക്കിയിട്ടുണ്ട്.
രക്തം ചെയ്യും. വിശ്വസിക്കും, കരമടിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ട് എന്നെ കേൾക്കുന്ന മാതാവേ പിതാവേ, ആമിക്കേരിയത്ത് തൊട്ട് പറ്റിയാലും കാക്കിയുടെ വരവ് നിന്നാലും ഹല്ലേലൂയ, ആരിതിനെ കണ്ടില്ലെങ്കിലും ആരിതിനെ അറിഞ്ഞില്ലെങ്കിലും നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യുവാൻ സ്വർഗത്തിലെ ദൈവത്തിന് കഴിയും. എന്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും തന്റെ മഹത്വത്തോടെ തന്റെ ധനത്തിനത്തോടെ ക്രിസ്തുവേശുവിൽ പൂർണ്ണമായി തീർത്തു തരുമെന്ന് നമുക്കൊരു വാഗ്ദത്തം ഫിലിപ്പി ലേഖനം 3:19 അവിടെ എഴുതിയിട്ടുണ്ട്. വായിച്ചു നോക്കണം കേട്ടോ. ഹല്ലേലൂയ, സ്തോത്രം. എന്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തന്റെ ധനത്തിനോ കർത്താവിന്റെ ധനത്തിൽ ക്രിസ്തുവേശുവിൽ പൂർണ്ണമായി തീർത്തു തരുന്ന സങ്കടങ്ങളെ മാറ്റി വന്ന് കണ്ണുനീര് മാറ്റും. ഹല്ലേലൂയ. അതേ അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവം. നമ്മുടെ കർത്താവിന് അസാധ്യമായിട്ടൊന്നുമില്ല. മനുഷ്യത്തെല്ലാം അസാധ്യമെന്ന് തോന്നും, എന്നാൽ ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. ഹല്ലേലൂയ. ആകാശത്തിൽ പറന്നു കിടക്കുന്ന കോടാനുകൂടി പക്ഷിപ്പറവുകൾക്ക് അതതിന്റെ ആഹാരം കൊടുക്കുന്നവനുണ്ട്. ഹല്ലേലൂയ. ആമിക്ക് സോക്കാനിൽ കടലിൽ എണ്ണമില്ലാതെ കിടക്കുന്ന മത്സ്യങ്ങൾക്ക് അതതിൻ്റെതായ ആഹാരം കൊടുക്കും ദൈവമുണ്ട്. കാട്ടിലെ മൃഗങ്ങൾക്കും നാട്ടിലെ മൃഗങ്ങൾക്കും അതതിന്റെ ആഹാരം. ഈ ഭൂമി സൃഷ്ടിച്ച 800 കോടി ജനത്തിന് ഹല്ലേലൂയ അവരുടേതായ ആഹാരം കൊടുക്കുന്ന ദൈവമുണ്ട്. അത് നിന്നെ പോറ്റി പുലർത്തുവാൻ ദൈവശക്തനാണ്. നിന്നെ പോറ്റിപ്പുലർത്തുന്ന ദൈവശക്തതാണ്. അത് കേരളത്തിലാകട്ടെ, ഭാരതത്തിലാകട്ടെ, ലോകരാജ്യത്തിന്റെ ഏത് ഭാഗത്ത് നീ ആയിരുന്നാലും നിന്നെ പോറ്റി പുലർത്തുവാൻ ദൈവം വിശ്വസ്തനാണ്. വിശ്വസിക്കുന്നോ? നീ വിശ്വസിക്കുക. ഒരുപക്ഷെ കീറിക്കിടക്കുന്നൊരു ഭവനമില്ലായിരിക്കാം, ഒരു തൊട്ട് ഭൂമി നിനക്കില്ലായിരിക്കാം. ഉള്ള ഭൂമി സ്ഥലവും കടം വലിയ കടലോടടുത്ത് ജപ്തിക്ക് വിധേയപ്പെട്ട് കിടക്കുകയായിരിക്കാം. ഹല്ലേലൂയ. ഭാരപ്പെടരുത്. ഞാൻ ഈ കഴിഞ്ഞ നാളുകളിൽ ഒരു ജപ്തിയെ കുറിച്ച് കേട്ടു. ഹല്ലേലൂയ. എനിക്കറിയാവുന്ന വീടാ. ഹല്ലേലൂയ. ആ വാങ്ങിയ ലോൺ എടുത്ത് അവസാനം ലോൺ അടയ്ക്കാൻ പറ്റുന്നില്ല. ഏകദേശം 15 ലക്ഷത്തോളം രൂപ ലോണുണ്ട്. അത് അടച്ചില്ലെങ്കിൽ ബാങ്കുകാർ ജപ്തി ചെയ്യും. ഹല്ലേലൂയ. അവർക്ക് കയറിക്കിടക്കുവാൻ ഇടമില്ല, മറ്റ് തലഞ്ഞായ്പ സ്ഥലമില്ല. അവരുടെ കണ്ണുനീരിനെ കുറിച്ച് കേൾക്കുവാൻ കാണുവാൻ കഴിഞ്ഞു. എന്നെ കേൾക്കുന്ന പ്രശ്നികത, എല്ലാം നിന്റെ മുമ്പിൽ പറ്റിപ്പോയാലും എല്ലാ വഴികളും അടഞ്ഞാലും ആമേൻ, ദൈവം നിന്റെ മുമ്പിൽ പുതുവഴി തുറക്കുന്നവനാ. ഹല്ലേലൂയ. ദാവീദ് പറഞ്ഞതുപോലെ നിനക്ക് പറയാൻ കഴിയും, യഹോവ എന്റെ ഇടയനാകുന്ന എനിക്ക് മുട്ടുണ്ടാക്കിയില്ലെന്ന്. ദൈവത്തിന്റെ ഭക്തൻ വിശ്വസിച്ചതുപോലെ നീ വിശ്വസിക്കുന്നെങ്കിൽ നിന്റെ ജീവിതത്തിന്റെ തളർച്ചയെ മാറ്റുവാൻ ദൈവത്തിന് കഴിയും. ഹല്ലേലൂയ. കടം കൊണ്ട് മുമ്പോട്ട് പോകാൻ കഴിയാത്ത ആമി ഭാരപ്പെടുകയാണോ? ആമി ശാരീരിക ക്ഷീണങ്ങളും ബലഹീനത ഭാരപ്പെടുന്ന വ്യക്തിയാണോ? മാനസികമായി നീ തകർന്ന വ്യക്തിയാണോ? അല്ലെങ്കിൽ ജോലിയില്ലാതെ സങ്കടപ്പെട്ടിരിക്കുകയാണോ? ചെയ്ത ജോലിക്കൊത്ത സാലറി കിട്ടാൻ നീ ഭാരപ്പെടുകയാണോ? ഭാരപ്പെടേണ്ട ശ്രോതാവേ, ദൈവം നിന്നെ കാത്തു പരിപാലിക്കും. അവൻ നിന്നെ നല്ലൊരു ദേശത്തേക്ക് കൊണ്ടുപോവുകയാണ്. ആ നല്ലൊരു ദേശത്തേക്ക് എത്തുന്നതിന് മുമ്പ് ചില പ്രതികൂലങ്ങൾ നിന്റെ മുമ്പിൽ കടന്നു വരും. ഹല്ലേലൂയ. നിങ്ങൾ ആ നല്ല ദേശത്തേക്ക് എത്തുന്നതിന് മുമ്പ് ചില പ്രതികൂലങ്ങളൊക്കെ ഉണ്ടെന്നേ. കാരണം ഇസ്രായേലും വാഗ്ദത്ത ദേശത്തേക്ക് പ്രവേശിക്കണമെങ്കിൽ, പാലും കാനാനും എടുക്കുന്ന ദേശത്തേക്ക് എത്തണമെങ്കിൽ അവിടെ ചില ശക്തികളുണ്ട്, ചില ജാതീയ ശക്തികളുണ്ട്. 7 ജാതികളുണ്ട്. അവർ വമ്പന്മാരാ. അവരെ നീക്കിക്കളഞ്ഞെങ്കിൽ മാത്രമേ പാലിന്തേനും ഒഴുകുന്ന ദേശം അവർക്ക് കൈവശപ്പെടുത്താൻ കഴിയുള്ളൂ. പക്ഷെ ഇസ്രായേലത്തിന് മുമ്പിൽ നിൽക്കുന്ന ജാതികൾ എത്ര വലിയവരായിരുന്നാലും എത്ര മല്ലന്മാരായിരുന്നാലും അവരെ നീക്കുവാൻ ഇസ്രായേലത്തിനെ കാട്ടുപോത്തിന്റെ കൊമ്പുകൾക്ക് ബലമുള്ള ശക്തിയും ബലം കൊടുത്തൊരു ദൈവമുണ്ട്. അതേ, നിന്റെ തളർച്ചയുടെ നടുവിൽ നിന്നെ ബലപ്പെടുന്ന ഒരു ദൈവമുണ്ട്. രക്തം ചെയ്യും. നിന്റെ ശൂന്യതയെ ദൈവം മാറ്റി തരുമെന്നേ. സങ്കടപ്പെടരുത് കേട്ടോ. ഹല്ലേലൂയ. ഇവിടെ ലോകപ്രകാരമുള്ള സമ്പന്നന്മാരുടെയും മുതലാളിമാരുടെയും സമ്പത്തൊക്കെ പറ്റിപ്പോയേക്കാം. ലോകപ്രകാരമുള്ള മുതലാളിമാരുടെയും ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം സമ്പന്നന്മാരുടെയും സമ്പത്തൊക്കെ പറ്റിപ്പോയേക്കാം. വരുമാനം നിന്നു പോയേക്കാം. എന്നാൽ കർത്താവ് കൽപ്പിച്ചിരിക്കുന്ന നീരൊഴുക്കുകളും ഉറവുകളും തടാകങ്ങളും ഒരിക്കലും പറ്റുകയില്ല. ലോകപ്രകാരം നീ ആശ്രയിച്ച, ലോകപ്രകാരം നീ ചിന്തിച്ചവരുടെ കരങ്ങൾ എല്ലാം നിന്റെ മുമ്പിൽ നിന്ന് വലിച്ചേക്കാം. നിന്നെ സഹായിക്കാമെന്ന് പറഞ്ഞവർ നിന്നെ വിളിച്ചിരുന്നതൊക്കെ അവരുടെ കരം പുറകോട്ട് വലിച്ചേക്കാം. ലോകപ്രകാരമുള്ള എല്ലാ സമ്പന്നന്മാരുടെയും മുതലാളിമാരുടെയും എല്ലാം നിന്റെ മുമ്പിൽ അവരുടെ നന്മകളെല്ലാം പറ്റിപ്പോയേക്കാം. പക്ഷെ ദൈവമാണ് നിന്നൊരു ദൂത് പറഞ്ഞെങ്കിൽ ആ തോടുകളും നീരുറവും തടാകങ്ങളും പറ്റുകയില്ല കേട്ടോ. ഹല്ലേലൂയ. പറ്റുകയില്ല. ഹല്ലേലൂയ. നീരൊഴുക്കുകൾ പാറയിൽ നിന്നും ഒഴുകി വരുന്നു. തടാകങ്ങൾ ജലത്തെ ശേഖരിച്ച് കാത്തു സൂക്ഷിക്കുന്നു. ഈ പ്രകാരം കർത്താവ് നിന്നെ വറ്റാത്ത അനുഭവത്തിലേക്ക് കൊണ്ടുവരും.
ഹല്ലേലൂയ. ഈ നീരൊഴുക്കുകൾ കണ്ടില്ലേ, പാറയിൽ നിന്ന് ഒഴുകി വരുന്നതാ. പാറയുടെ ഇടുക്കുകൾ നീരുറവുകൾ ഒഴുകി ഒഴുകി വന്ന് അത് വലിയ അവ ഒഴുകി വന്ന് ചെറിയ ചെറിയ തോടുകളായി, വലിയ തോടുകളായി, ആറുകളായി, അരുവികളായി തടാകത്തിൽ ചെന്ന് ചേർന്ന് തടാകം വെള്ളം ശേഖരിച്ചു നിർത്തുന്ന പോലെ ചെറിയ ചെറിയ നീരൊഴുക്കുകളെ ദൈവം തന്റെ ജീവിതത്തിൽ തന്ന് ആ വലിയൊരു തടാകം പോലെ, ഒരിക്കലും പറ്റിപ്പോകാൻ തടാകം പോലെ ദൈവം നിന്നെ ഉയർത്താൻ പോവുകയാണ്. ഹല്ലേലൂയ. അത് നിന്റെ വരൾച്ച ദൈവം മാറ്റാൻ പോവുകയാണ്. കിരീടത്തോട് പറ്റിയാലും കാക്കയുടെ വരതെന്നാൽ ഈ ഏരിയാവെ നീ ഭയപ്പെടണ്ട, നിന്നെ പോറ്റുവാൻ ഞാൻ വിധവയോട് കൽപ്പിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. അത് ദൈവം നിനക്ക് വേണ്ടി ചേർത്ത് കൽപ്പിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് സ്വതം ഈ സാഹചര്യത്തോട് ദൈവം പറഞ്ഞ 40 വർഷം ഈ മരുഭൂമി നടന്നിട്ട് ഹല്ലേലൂയ നിങ്ങളുടെ വസ്ത്രം ഹല്ലേലൂയ ജീർണിച്ചില്ല. ഹല്ലേലൂയ. നിങ്ങളുടെ കാൽ വീങ്ങിയതുമില്ല. ഹല്ലേലൂയ. അത് 40 വർഷം മന്ന കൊടുത്തവരെ തൃപ്തിപ്പെടുത്തിയ ഒരു ദൈവമുണ്ട് സ്വഭാവി. നിന്റെ സകല വിഷയങ്ങൾക്കും അവൻ മതിയായവനാണ്. വ്യക്തം ചെയ്യും. അതുകൊണ്ട് വചനം പറയുന്നത്, ആകയാൽ നിങ്ങൾ ഭാവിയെ കുറിച്ച് വിചാരപ്പെട്ട് കലങ്ങുന്നത് എന്തിന്? അല്ലെങ്കിൽ നിങ്ങളുടെ ഭാവിയെ കുറിച്ച് ഓർന്ന് നിങ്ങൾ കലങ്ങിപ്പോകരുത്, വിചാരപ്പെട്ട് മനം കലങ്ങരുത്. അതുകൊണ്ടാണ് പൗലോസ് ഫിലിപ്പ്യർക്ക് ലേഖനം എഴുതും പറഞ്ഞത്. ഫിലിപ്പ് ലേഖനം വരുമ്പോഴത്തേക്കും ഫിലിപ്പ് ലേഖനം 4-7 വാക്യങ്ങൾ വായിക്കുന്നത് ഇങ്ങനെയാണ്: ഒന്നിനെ കുറിച്ചും വിചാരപ്പെട്ടത് എല്ലാറ്റിനും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കത്രേ വേണ്ടത്. എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവിക സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിരവുകളെയും ക്രിസ്തു യേശുവിൽ ഹല്ലേലൂയ കാക്കും. ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുതെന്നാണ്. അപ്പൊ നിങ്ങളൊരു പാസൊക്കെ അങ്ങനെയൊക്കെ പറയാം. നിങ്ങളെപ്പോലെ തന്നെ ഞാൻ ഹല്ലേലൂയ. നിങ്ങൾ ഏത് സാഹചര്യത്തിൽ കടന്നു പോകുന്ന അതേ സാഹചര്യം തന്നെ ഞാനും കടന്നു പോകുന്നു. കഷ്ടങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട്, ഞെരുക്കങ്ങളുണ്ട്, സാമ്പത്തിക ബുദ്ധിമുട്ടുകളുണ്ട്, ശാരീരികമായ ക്ഷീണങ്ങളുണ്ട്, ബലഹീനതകളൊക്കെ ഉണ്ട്. എല്ലാം എനിക്കുണ്ട്, നിങ്ങളെപ്പോലൊക്കെ തന്നെയാ. ഹല്ലേലൂയ. അതിനകത്ത് വലിയ മാറ്റമുണ്ട്. ഞാൻ വലിയ സമ്പന്നനോ മുതലാളിയോ ഇഷ്ടംപോലെ പണമിട്ട് കൈകാര്യം ചെയ്യുന്ന, ആഡംബര ജീവിതം നയിക്കുന്ന, സൗദങ്ങളിൽ പാർക്കുന്ന, ആഡംബര കാറുകളിൽ ജീവിക്കുന്ന, ഹോട്ടൽ ഭക്ഷണം കഴിക്കുന്ന ആളല്ല. ഹല്ലേലൂയ. സാധാരണ നിങ്ങളെയൊക്കെ പോലെ തന്നെ ജീവിക്കുന്ന ആളാണ്. പക്ഷെ ദൈവം പറയുക, ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്. ഞാൻ എൻ്റെ അനുഭവങ്ങളൊക്കെയാണ് നിങ്ങളോട് പങ്കുവെക്കുന്നത്. എനിക്കൊരുപാട് അനുഭവമുണ്ട്. അപ്പൊ ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്. അല്ലെങ്കിൽ എല്ലാറ്റിനും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കത്രേ വേണ്ടത്. എന്നാൽ സകല ബുദ്ധിയും കവിയുന്ന ദൈവിക സമാധാനം അല്ലെങ്കിൽ സമാധാനം ആമേ നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുയേശുവിൽ കാക്കും. സന്തോഷമല്ലേ? സന്തോഷമാണ്. അത് നമുക്ക് ദൈവത്തിൽ മാത്രമേ സന്തോഷിപ്പാൻ കഴിയുള്ളൂ കേട്ടോ. എന്ന് പറഞ്ഞാൽ എന്താണ്? ദൈവ സമാധാനം ഉണ്ടാക്കുമ്പോൾ പിശാച് കലഹം ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. ദൈവം നിന്റെ ജീവിതത്തിൽ, കുടുംബജീവിതത്തിൽ, ഭാര്യ-ഭർത്തൃ ബന്ധത്തിൽ, ദൈവം നിന്റെ അപ്പനും അമ്മയും മക്കളും സഹോദരങ്ങളും ഒന്നിച്ച് ജീവിക്കുന്ന കൂട്ടുകുടുംബത്തിൽ, നിന്റെ ജോലി സ്ഥലത്തിന്റെ നീ കടന്നു പോകുന്ന മേഖലയിൽ ദൈവ സമാധാനം ഉണ്ടാകുമ്പോൾ സാത്താൻ കലഹം കൊണ്ടുവരും. ഹല്ലേലൂയ. പിശാച് എന്തെങ്കിലും ഇടർച്ച കൊണ്ടുവരുമെന്നേ. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. സമാധാനത്തിന്റെ ഉറവിടം ദൈവമാണ്. സമാധാനത്തിന്റെ ഉറവിടം ദൈവമാണ്. കലക്കത്തിന്റെ ഉറവിടം പിശാചാണ്. ഹല്ലേലൂയ. അപ്പൊ സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണുമെന്നാണ് യേശു ഗിരിപ്രഭാഷണം പറഞ്ഞത്. സമാധാനം ഉണ്ടാക്കുന്നവർ, സമാധാനം തരുന്ന യേശുവാണ്. കലക്കത്തിന്റെ ഉടയവനായ സാത്താനാണ്. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. നമ്മുടെ കഴിവും അറിവും എല്ലാം ഉൾക്കൊള്ളുന്ന അറിവിനപ്പുറമാണ് ദൈവത്തിന്റെ കരുതെന്ന് പറയുന്നത്. ഹല്ലേലൂയ. ഒന്നുകൂടെ ഞാൻ പറയാം, നമ്മുടെ കഴിവും അറിവും ഉൾക്കൊള്ളുന്ന അറിവിനപ്പുറമാണ് ദൈവത്തിന്റെ പ്രവൃത്തി. ഹല്ലേലൂയ. അതുകൊണ്ട് കർത്താവ്, എന്റെ വിചാരങ്ങളല്ല നിങ്ങളുടെ വിചാരങ്ങൾ, എന്റെ വഴികളെല്ലാം നിങ്ങളുടെ വഴി, എന്റെ വഴികളൊന്ന് കർത്താവ് പഠിപ്പിക്കുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രശ്നിക്കുന്നത്, ഹല്ലേലൂയ, നാം കാണുന്ന ഈ സമാധാനമില്ല അന്തരീക്ഷത്തിൽ സകലവിധ സമാധാനങ്ങളുടെയും ഉറവിടം കർത്താവാണ്. നാം അധിവസിക്കുന്ന ഈ ഭൂമിയിൽ, നിന്റെ ജോലി മേഖലയിൽ, നിന്റെ കുടുംബത്തിൽ അസമാധാനം കൊണ്ട് നിറയപ്പെടുമ്പോൾ, സമാധാനമില്ലാത്തതിന്റെ ജീവിതത്തിൽ സമാധാനത്തെ ഉണ്ടാക്കി തരുന്നവൻ യേശുവാണ്. ഹല്ലേലൂയ. സ്തോത്രം. സമാധാനം നഷ്ടപ്പെടുത്ത പിശാചാണ്. ചില ആളുകളെ കണ്ടില്ലേ, അവരെന്നും പ്രശ്നം ഉണ്ടാകും. ചില ആളുകൾ എന്നും പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കും. അവർക്കൊരിക്കലും സമാധാനത്തോടെ കഴിയത്തില്ല. അവരുടെ വായിന്ന് സമാധാന വാക്ക് വരത്തില്ല. സമാധാനത്തോടെ സംസാരിക്കാൻ അറിയത്തില്ല. അവർക്ക് സമാധാനത്തെ ജീവിക്കാൻ അറിയത്തില്ല. അവരെന്നും കലക്കം ഉണ്ടാക്കും. ചില സഭകൾ അങ്ങനെ, ചില കുടുംബങ്ങൾ അങ്ങനെ, ചില പ്രസ്ഥാനങ്ങൾ അങ്ങനെ, ചില ജോലി മേഖല അങ്ങനെ. കലക്കം ഉണ്ടാക്കുന്നവന്റെ ഉള്ളിൽ വ്യാപരിക്കുന്നത് സാത്താനാണ്.
ഹല്ലേലൂയ. സമാധാനം ഉണ്ടാക്കുന്നവർ ദൈവത്തിൽ ജീവിക്കുന്നവരാണ്. സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രശ്നം, ദൈവഭക്തിയിൽ നിന്ന് ഉടലെടുക്കുന്ന സമാധാനമാണ് സകല ബുദ്ധിയെയും കവിയുന്നത്. ദൈവഭക്തിയിൽ നിന്ന്, ദൈവിക വിശ്വാസത്തിൽ നിന്ന്, ദൈവിക സംരക്ഷണത്തിൽ നിന്ന്, ദൈവിക കരുതിൽ നിന്ന് ഉടലെടുക്കുന്ന സമാധാനമാണ് സകല ബുദ്ധിയെ കവിയുന്ന സമാധാനം. അത് നിങ്ങളുടെ ക്രിസ്തുവിൽ നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും കാത്തു പരിപാലിക്കുന്നതാണ്. രക്തം ചെയ്യും. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ ദൈവസമാധാനം പ്രാപിച്ചവൻ പുതിയ കാഴ്ചപ്പാടുകളോടുകൂടെ അവന് പുതിയ ഉയർപ്പാണ്. ദൈവസമാധാനം വന്നാൽ എന്ത് ചെയ്യും? ദൈവം നമുക്ക് സമാധാനം തന്നാൽ, ദൈവസമാധാനം നമ്മൾ വന്നാൽ നമ്മളൊരു പുതിയ ഉയർപ്പിന്റെ അനുഭവത്തിലേക്ക്, പഴയതിനെയെല്ലാം മാറ്റി ഒരു പുതിയ തുടക്കം. ഹല്ലേലൂയ. സ്തോത്രം. അപ്പൊ നിങ്ങൾ ബലഹീനനാകുന്ന സാഹചര്യങ്ങളുണ്ട്. നിങ്ങൾ ബലഹീനനാകുന്ന സാഹചര്യങ്ങളിൽ എന്നെ കേൾക്കുന്ന സഹോദരി, നീ ബലഹീനമാകുന്ന ചില സന്ദർഭമുണ്ട്. സഹോദരന്മാരും അതുപോലെ തന്നെ ബലഹീനമാകുന്ന, കണ്ണുനീർ തൂകുന്ന, സങ്കടപ്പെടുന്ന, നിരാശപ്പെടുന്ന, മെലടിയ വിതുമ്പുന്ന ചില അനുഭവത്തിലൂടെ നീ കടന്നുപോയേക്കാം. ഹല്ലേലൂയ. അവിടെ നീ ആദ്യം അടിപതറി പോകണ്ട. നാം മുമ്പോട്ട് നടക്കുമ്പോൾ ചില പ്രതികൂലങ്ങൾ ഉണ്ടെന്ന്. ഹല്ലേലൂയ. ഇസ്രായേലേ, നീ മുമ്പോട്ട് യാത്ര ചെയ്യുക. നിനക്ക് ഞാൻ വാഗ്ദത്ത തരാൻ അവകാശം പറഞ്ഞിട്ടുണ്ട്. നിന്റെ പിതാവായി അബ്രഹാമിനോട് പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ നിനക്ക് തരും. ഹല്ലേലൂയ. പക്ഷെ നീ യാത്ര ചെയ്യുമ്പോൾ നിനക്ക് മുമ്പിൽ ചില പ്രതികൂലങ്ങളുണ്ട്. ആ വാഗ്ദത്ത കാനലിലേക്ക് നിനക്ക് പ്രവേശിപ്പാൻ ചില പ്രതിസന്ധികളുണ്ട്. പക്ഷെ നീ അതിനെ കണ്ട് തളരണ്ട. ഹല്ലേലൂയ. അവിടെ നിന്നെ ഞാൻ എത്തിക്കും. അതുപോലെയാണ് അതിനെ കേൾക്കുന്ന പ്രശ്നിക്കുക. നിങ്ങൾ മുമ്പോട്ട് യാത്ര ചെയ്യുമ്പോൾ വെല്ലുവിളികൾ ഉണ്ട്. ആ വെല്ലുവിളിയെ കണ്ട് നീ ഭാരപ്പെടണ്ട. നിന്നെ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കാൻ ദൈവത്തിന് കഴിയും കേട്ടോ. ഹല്ലേലൂയ. വിശ്വസിക്കാൻ പഠിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ട് ഇന്ന് പകൽ മനം കലങ്ങി ഭാരപ്പെട്ട് ഹൃദയം നൊന്തിരിക്കുന്ന ജീവിതം കൊണ്ട് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നത്, നീ തളർന്നു പോകണ്ട, ക്ഷീണിച്ചു പോകണ്ട. ദൈവം ചിലത് ചെയ്യാൻ പോകുക. നിന്റെ കടബാധ്യതയും മാറ്റാൻ പോകുക. നിന്റെ ജീവിതത്തിന്റെ പ്രശ്നതയും മാറ്റാൻ പോവുക. കുടുംബ പ്രശ്നതയും മാറ്റാൻ പോവുക. നിന്റെ വ്യാധികളെയും മാറ്റാൻ പോവുക. ശാപത്തിന്റെ പാപത്തിന്റെ കെട്ടുകളെ നിന്റെ ജീവിതത്തിൽ അഴിച്ചിട്ട് നിന്റെ ഭവനത്തിന്റെയും വിശാലമായൊരു അനുഭവത്തെ തരാൻ പോവുക. ആകാശത്തിന്റെ കിളിവാതികൾ തുറന്ന് സ്ഥലം പോരാതെ ഒരുപോലെ നിന്റെ കുടുംബത്തെ അനുഗ്രഹിപ്പാൻ എന്റെ ദൈവശക്തന. അതുകൊണ്ട് സ്തോത്രം. ഒന്നിനെ കുറിച്ച് വിചാരപ്പെടരുത്. ഹല്ലേലൂയ. എല്ലാറ്റിനും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ ദൈവത്തോട് അറിയിക്കുക. എത്രേ വേണ്ടത്? രക്തം ചെയ്യണം. ഹല്ലേലൂയ. അതുകൊണ്ട് നിങ്ങൾ പതറിപ്പോകരുത്. ഹല്ലേലൂയ. ചിലർ മനസ്സിന് സമാധാനമില്ലാതെ ജീവിക്കുന്നവര്. ചിലർക്ക് മനസ്സിന് സമാധാനമില്ല. എന്തു പറഞ്ഞാലും ഏതെല്ലാം നന്മകൾ കിട്ടിയാലും ചിലർക്ക് ഒരു സമാധാനമില്ല. ചിലർക്ക് ഒന്നിനും തൃപ്തിയില്ലാതെ ജീവിക്കുന്നവരാണ്. ഒന്നിനും സമാധാനമില്ലാതെ, ഒന്നിനും തൃപ്തിയില്ലാതെ ജീവിക്കുന്നവർക്ക് ദൈവത്തെ കണ്ടെത്താൻ കഴിയത്തില്ല. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം എത്രമാത്രം പറഞ്ഞാലും, ദൈവത്തിന്റെ ആലോചന കേൾപ്പിച്ചാലും, ദൈവിക ദൂതുകൾ കാതുകളിൽ കേൾപ്പിച്ചാലും തൃപ്തിയില്ലാതെ, മനസ്സിന് സുഖമില്ലാതെ, അത് വിശ്വസിക്കാത്തവർക്ക് ഒരിക്കലും ദൈവിക സന്തോഷം പ്രാപിക്കാൻ കഴിയത്തില്ല. എന്നാൽ ദൈവത്തിന്റെ വചനത്തെ ഹൃദയം കൊണ്ട് സ്വീകരിച്ച് ആ ദൈവത്തിന്റെ വചനത്തിൽ ഉള്ളവനാണെങ്കിൽ അതിന്റെ നടുവിലാണ് ദൈവത്തിനോട് സംസാരിക്കുന്നത്. ഹല്ലേലൂയ. സ്തോത്രം. അപ്പൊ കെരീത്ത് തോട്ടിലെ വെള്ളം വറ്റി കാക്കയുടെ വരവ് നിന്നപ്പോൾ ഏലിയാവിനോട് ദൈവം സംസാരിച്ചു. നീ എഴുന്നേറ്റ് സീദോനോട് ചേർന്നടക്കുന്ന സാരാഫാത്തിലേക്ക് ചെല്ലുക. അവിടെ നിന്നെ പുലർത്താൻ ഞാൻ വിധവയോട് കൽപ്പിച്ചിട്ടുണ്ട്. അത് നിന്റെ ഉള്ളത്തോട് വറ്റുമ്പോൾ, കാക്കയുടെ വരവ് നിൽക്കും, വല്ല വഴികളും അടയുമ്പോൾ ദൈവശബ്ദം നിനക്ക് കേൾക്കുവാൻ കഴിയണം. അതിന് ഏലിയാവ് ദൈവത്തെ അനുസരിച്ചതുപോലെ നീ ദൈവത്തെ അനുസരിക്കണം കേട്ടോ. ഹല്ലേലൂയ. സ്തോത്രം. കൊണ്ട് എന്നെ കേൾക്കുന്ന പ്രശ്നീയത ദൈവത്തെ ഗ്രഹിക്കപ്പെടുക. ഹാഗാർ അബ്രഹാമിന്റെ കുടുംബത്തിൽ താമസിച്ച ദാസിയായിരുന്നു. സാറയ്ക്ക് കുഞ്ഞ് ജനിച്ചപ്പോൾ സാറയുടെ വാക്ക് കേട്ട് അബ്രഹാം ഒരു തുരുത്തി വെള്ളവും അപ്പവും അവളുടെ തോളിൽ വെച്ചു കൊടുത്തു. പറഞ്ഞയച്ചു. മഹാസമ്പന്നായ അബ്രഹാമിൽ നിന്ന് ഹാഗറിന് അവളുടെ പുറത്തും ലഭിച്ചത് വെറും ഒരു തുരുത്തി വെള്ളവും അപ്പവും മാത്രമാകുന്നു. ആ തുരുത്തിയിലെ വെള്ളം പെട്ടെന്ന് തീർന്നുപോയി. എന്നാൽ കർത്താവ് അവൾക്കൊരു നീരുറവെ കാണിച്ചു കൊടുത്തുവെന്ന് നാം ഉൽപ്പത്തി 21 വായിച്ചാൽ കാണാൻ കഴിയുന്നുണ്ട്. ഹല്ലേലൂയ. കാണിച്ചു കൊടുത്തു. വറ്റാത്ത വെള്ളമുള്ള ഉറവായിരുന്നു അത്. അതേ മനുഷ്യന്റെ മനുഷ്യൻ നൽകുന്ന തുരുത്തിയിലെ വെള്ളവും അപ്പമൊക്കെ തീർന്നു പോകാൻ സാധ്യതയുണ്ട്. ഹല്ലേലൂയ. സ്തോത്രം. എന്നാൽ ദൈവത്തിന്റെ മുൻ നീരുറവ് തുറന്നാൽ അതൊരിക്കലും വറ്റിപ്പോകുന്നതല്ല. അതുകൊണ്ട് ചില നീരുറവുകളെ ദൈവം നിനക്ക് മുമ്പിൽ തുറക്കാൻ പോവുകയാണ്.
വറ്റിക്കിടക്കുന്ന വരണ്ട് കിടക്കുന്ന കുടുംബത്തിന്റെ അനുഭവത്തിൽ ചില നീരുറവുകൾ ദൈവം തുറക്കാൻ പോകുന്നു. അല്ലെങ്കിൽ ദൈവം നീരുറവ് തുറന്നാൽ ആ നീരുറവ് പല ശാഖകളായി മാറും, പല ശാഖകളായി ഒഴുകും. ആ നീരുറവ് വലിയ ഒഴുക്കായി മാറും, വലിയ തോടുകളായി, അരുവികളായി, വലിയ പുഴകളായി, തടാകങ്ങളായി, ഒരിക്കലും വറ്റാത്ത തടാകം പോലെ. അതെ, ദൈവം ചില നീരുള്ള തുറന്ന് നിന്റെ കുടുംബത്തെ അനുഗ്രഹിക്കാൻ പോകുക. ചിലരുടെ ദൈവത്തിന്റെ ആത്മാവ് ശക്തമായതുപോലെ അതെ, ഒരു നീരുറവിന്റെ അനുഭവത്തിൽ തുടങ്ങി ഒരു വിശാലമായ തടാകം എന്ന് പറഞ്ഞു പോയ എന്റെ ജീവിതത്തിൽ ഇന്നത്തെ കഷ്ടതയെ മാറ്റിയിട്ട് ഒരു സമൃദ്ധിയുടെ അനുഭവത്തെ ദൈവം തരാൻ ആഗ്രഹിക്കുക. എന്റെ ജോലി മേഖലയിൽ ഒരു വിശാലത, എന്റെ സാലറിയിൽ ഒരു വർധന, നിന്റെ കൃഷിയിൽ ഒരു വിശാലത, എന്റെ ആടുമാട് കന്നുകാലികൾ അതിൽ വളർച്ചയൊരു വിശാലത ദൈവം തരാൻ പോകുക. എന്റെ സമ്പത്തുകളെ ദൈവം വർദ്ധിപ്പിക്കാൻ പോകുക, എന്റെ കടങ്ങളെ ദൈവം മാറ്റാൻ പോകുക, എന്റെ വ്യാധികളെ മാറ്റാൻ പോകുക, കുടുംബത്തിന്റെ ശോചനീയമായ അവസ്ഥകളെ ദൈവം നീക്കി ഒരു വറ്റാത്ത നീരുറവ് പോലെ ദൈവം നിന്റെ കുടുംബത്തെ മാനിക്കുവാൻ ആഗ്രഹിക്കുന്നു. കരമടിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ട് സ്വത്രം പറഞ്ഞാട്ട് ഇന്ന് പകുതി വചനം കേൾക്കുന്ന ചിലരുടെ ജീവിതത്തിൽ ദൈവം ചിലത് ചെയ്യാൻ പോകുക. അതെ, കഷ്ടതകളുണ്ട്, പ്രയാസമുണ്ട്. എനിക്ക് കേൾക്കുന്ന സ്നേഹിത, ദൈവത്തിൽ ആശ്രയിക്ക്. ക്രൈസ്തവ പീഡനം വർദ്ധിച്ചുകൊണ്ടിരുന്ന കാലഘട്ടത്തിൽ ക്രൈസ്തവ പുരോഹിതന്മാരും കന്യാസ്ത്രീകളും പീഡിപ്പിക്കപ്പെടും, ദൈവദാസന്മാർ പാസ്റ്റർമാർ വിശ്വാസികൾ പീഡിപ്പിക്കപ്പെടുമ്പോൾ നീ അതൊന്നും കണ്ട് ഭാരപ്പെട്ടു പോകണ്ട. ഒരു വലിയ നീരുറവിന്റെ, ഒരു വലിയ ഉണർവിന്റെ അനുഭവം കൂടെ ദൈവം തരാൻ പോവുകയാണ്. ഒരു വലിയ ഉണർവോടെ ദൈവം തരാൻ പോകട്ടോ. പീഡനങ്ങൾ വർദ്ധിച്ചെടുത്ത സഭ വളർന്നിട്ടുള്ളത്, പീഡനങ്ങൾ വർദ്ധിച്ചെടുത്ത ക്രൈസ്തവ സമൂഹം പെരുകിയിട്ടുള്ളത്. അതെ, പീഡനങ്ങൾ വർദ്ധിക്കും തോറും ഉപദ്രവം കൂടും തോറും നീരുറവിനെ ഒഴുക്കിയതെങ്കിൽ ഒരു വലിയ തടാകമാക്കി മാറ്റിയതുപോലെ ഈ നാടുകളിൽ ക്രൈസ്തവ സമൂഹത്തെ വലിയൊരു ഉണർവിനെ ദൈവം പോവുകയാണ്. വിശ്വസിക്കണമേ, വിശ്വസിക്കണം. വചനമതാ പറയുന്നത്. ലേരിയ ഞാൻ വായിച്ച വർണ്ണത്തിലേക്ക് ഒന്നിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുക. ലേരിയ എന്താണ് നമ്മൾ വായിച്ച വർണ്ണം? അമർത്തന പുസ്തകമാണല്ലോ. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ലേരിയ നിന്റെ ദൈവമായ യഹോവ നല്ലൊരു ദേശത്തെങ്കിലും നിന്നെ കൊണ്ടുപോകുന്നത് അത് താഴ്വരയിൽ നിന്നും മലയിൽ നിന്നും പുറപ്പെടുന്ന നീരൊഴുക്ക് ഉറവുകൾ തടാകങ്ങളും ഉള്ള ദേശമാണ്. അതെ, ഒരു വിശാലത. ഇതുപോലെ എന്നോടൊപ്പം പറയാം, കർത്താവേ എന്റെ ജീവിതത്തെ കഷ്ടം മാറി, സങ്കടം മാറി, ഒരു വിശാലമായ അനുഭവത്തെ, വരണ്ട അനുഭവത്തെ മാറ്റി, ശൂന്യമായ അനുഭവത്തെ മാറ്റി വിശാലം നൽകണമേ എന്ന് പറഞ്ഞ് എന്നോടൊപ്പം പ്രാർത്ഥിച്ച ദൈവം ചില അത്ഭുതങ്ങൾ ചെയ്യും. പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവം ഈശ്വർക്ക് പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്താണ് ഈ കേരളത്തിലെ 3.25 കോടി ജനങ്ങൾ തലമുറ എണ്ണത്തിൽ അന്യസംസ്ഥാനത്തുള്ള ആളുകൾ ഇന്ത്യയുടെ 29 സംസ്ഥാന 7 കേന്ദ്ര വർഷങ്ങളായി കർത്താവ് 145 കോടി ഇന്ത്യൻ ജനങ്ങളിൽ ലോകരാജ്യം 800 കോടി ജനങ്ങൾക്കായി പ്രാർത്ഥിക്കുന്ന കർത്താവ് സകല ഭരണ സംവിധാനങ്ങളും ഭരണസാമ്യ മേഖലകളും സ്ഥാപിക്കുമ്പോൾ, മരവിക്കുമ്പോൾ അതിന്റെ നടുവിൽ കർത്താവ് ജനം വളരെ കഷ്ടപ്പെടും, പ്രയാസം, പ്രതിസന്ധി കടന്നു പോകുമ്പോൾ അഴിമതി, കൈക്കൂലി, കരിഞ്ചന്തി, പൂഴ്ത്തിവെപ്പും പിടിച്ചുപോയി മോഷണം, കർത്താവ് കൊള്ളയും കൊലയും ഒക്കെ പെരുകുന്ന ഈ കാലഘട്ടത്തിൽ സമാധാനം നഷ്ടപ്പെട്ടു ക്രൈസ്തവം വർദ്ധിക്കുന്ന ഈ കാലഘട്ടത്തിൽ കർത്താവ് ഞങ്ങളൊരു നല്ലൊരു ദേശത്തെങ്കിലും കൊണ്ടുപോകുന്നു ദൈവത്തിന്റെ വാഗ്ദത്ത തന്നെ ഏറ്റെടുത്തുകൊണ്ട് അവിടുത്തെ കരങ്ങളിലേക്ക് കൊണ്ട് ഏൽപ്പിക്കുന്നു. ശൈശവത്തിൽ ബാല്യ കൗമാരി യൗവനത്തിൽ മാർഗത്തിലെ വശങ്ങളിലും യാചകൻ ഓർമ്മയുടെ ചോളത്തിൽ തടവറയിലായിരിക്കുന്ന സകല ജനത്തെയും ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവ് സുവിശേഷ വിരോധികൾ പല സ്ഥലങ്ങളിൽ, പല സംസ്ഥാനങ്ങൾക്ക് എഴുതിയിട്ടുള്ള അനേക ക്രൈസ്തവ വിശ്വാസികൾ, ക്രൈസ്തവ പുരോഹിതന്മാർ, കന്യാസ്ത്രീകൾ, പാസ്റ്റർമാർ ഉപദ്രവിക്കപ്പെടുന്ന ഈ കാലഘട്ടത്തിൽ കർത്താവ് വലിയൊരു ഉണർവിന്റെ അനുഭവത്തിലേക്ക് രാജ്യരാഷ്ട്രങ്ങളിൽ കൊണ്ടുവരണമെന്ന് പ്രാർത്ഥിക്കുന്ന പീഡകൾ വർദ്ധിക്കുമ്പോൾ, പ്രതികൂലങ്ങൾ വർദ്ധിക്കുമ്പോൾ അതിന് നടുവിൽ വിശാലം നൽകുന്ന ദൈവമേ ജനത്തെ അനുഗ്രഹിക്കാനായി പ്രാർത്ഥിക്കുന്നു. കർഷകരുടെ നടുവിൽ തളർന്നു പോകാതെ സൂക്ഷിക്കാനായി പ്രാർത്ഥിക്കേണ്ട സാമൂഹിക സാംസ്കാരിക മാധ്യമ മീഡിയ രംഗങ്ങൾ, സയൻസിസ്റ്റ് എഞ്ചിനീയർമാർ, എല്ലാ ഭരണവിരുദ്ധ പാർട്ടികളെയും കർഷകർക്കാരും മോട്ടോർ യൂണിയൻ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കായി വഴിയോര കച്ചവടക്കാരെ, മത്സ്യത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവരുടെ കർത്താവി, കനികളിലും കമ്പനി ജോലി ചെയ്യുന്ന വലിയ എല്ലാ വ്യാപാരി വഴിയോര കച്ചവടക്കാരെ, ക്ഷീരമേൽ കാർഷിക മേഖലയായിരിക്കുന്ന എല്ലാ മേഖലയായിരിക്കുന്ന വിദേശരാജ്യ കഷ്ടശ്രയിക്കുന്നു വ്യാമതികൾ കടന്നു പോകുന്നവർ, പാപത്തിന് ശാപത്തിന് ബന്ധപ്പെട്ട ജീവിതം രാശി കടക്കടിയുടെ ജപ്തി നടപടി നേരിടുന്നവർ, മഹാവ്യാധികൾ അനുഭവിക്കുന്ന അനുഭവത്തെ ജീവിതങ്ങളെ ദൈവിക്കപ്പെടുന്നതായിരിക്കുവാൻ ഇതുപോലെ യേശുവിന്റെ കരങ്ങൾ ഏൽപ്പിക്കുന്നു. സുവിശേഷം പോകാൻ ചേരി കിടന്ന സൗരന്മാർക്ക് വേണ്ടി വിടുതൽ കൊടുക്കണമേ, അവർക്ക് ആശ്വാസം കൊടുക്കണമേ. തീവ്രവാദികളും ഭീകരവാദികളും വർഗീയവാദികളും മാനസാന്തനെ പ്രാർത്ഥിക്കുന്നു. രാജ്യരാഷ്ട്ര സമാധാനത്തിന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് കർത്താവേ. ദൈവവചനത്തെ കർത്താവ് ജന ഹൃദയങ്ങൾ ഏറ്റെടുക്കുവാൻ, പാപത്തിന്റെ വഴിയോട്ട് മടങ്ങി വന്ന് ക്രിസ്തുവിശുള്ള ജീവോത്സവമായി ചിലതയപ്പാൻ ഈ ജനത്തിന്റെ ആത്മീയങ്ങൾ തുറക്കാനായി പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ.